ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റിൽ പോകുന്നത് കോയമ്പത്തൂരേക്കാണ്. കോയമ്പത്തൂർ ഇഷ യോഗ സെൻറ്റർ കാണാൻ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മധുരയ്ക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ 10:35 ചെന്നൈ എഗ്മോർ ട്രെയിനിനാണ് കോയമ്പത്തൂരേക്ക് പോകുന്നത്. ഭാരതപ്പുഴയ്ക്ക് അരികിൽ കൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പോകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നായ ഷൊർണൂർ ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിടുമ്പോൾ തന്നെ നെൽകൃഷി ചെയ്തിട്ടുള്ള ധാരാളം വയലുകൾ നമുക്ക് കാണാൻ കഴിയും. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണിത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര് ഒലവക്കോട് ജംഗ്ഷൻ എന്നായിരുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ തന്നെ സഹ്യപർവ്വത മലനിരകളുടെ മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാം. തമിഴ്നാട് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന വാളയാർ റെയിൽവേ സ്റ്റേഷനാണിത്. ഒട്ടേറെ കുരങ്ങന്മാർ ഈ സ്റ്റേഷനിലൂടെ ഓടിക്കളിക്കുന്നുണ്ട്. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലായി നീലഗിരി മൗണ്ടൻ റെയിൽവേ ലൈനിൽ ഉപയോഗിക്കുന്ന സ്റ്റീം എഞ്ചിന്റെ ഒരു മോഡൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിലെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇഷ യോഗ സെന്ററിലേക്കുള്ള ബസ് കിട്ടുക. കോയമ്പത്തൂരിൽ നിന്നും 29 കിലോമീറ്റർ ദൂരമുണ്ട് ഇഷ യോഗ സെന്ററിലേക്ക്. ഈ കാണുന്ന 14D ബസ്സിലാണ് ഞാൻ ഗാന്ധിപുരത്ത് നിന്നും ഇഷ യോഗ സെന്ററിലേക്ക് വന്നത്. ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടന്നു വേണം ആദിയോഗി സ്റ്റാച്യുവിന് അടുത്തെത്താൻ. ആദിയോഗി സ്റ്റാച്യുവിന്റെ പിൻഭാഗമാണ് കാണുന്നത്. പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിച്ച ഈ സ്റ്റാച്യുവിന് 34 മീറ്റർ ഉയരമാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ സ്റ്റാച്യുവാണിത്. 500 ടൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകനായ സദ്ഗുരുവാണ് ഈ സ്റ്റാച്യു ഡിസൈൻ ചെയ്തത്. 2017 ഫെബ്രുവരി 24 ഉദ്ഘാടനം. പശ്ചിമഘട്ട മലനിരകളിൽപ്പെട്ട വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചിട്ടുള്ളത്. ഈ സ്റ്റാച്യു ഡിസൈൻ ചെയ്യാൻ 2 വർഷമെടുത്തെങ്കിലും ഇതിന്റെ നിർമ്മാണം 8 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. എല്ലാ ദിവസവും 7 മണിക്ക് ആദിയോഗി സ്റ്റാച്യുവിന് മുകളിൽ 3D ലേസർ ഷോ ഉണ്ട്. 3D ലേസർ ഷോ കാണുവാനായി സ്റ്റാച്യുവിന് മുമ്പിലിരിക്കുന്ന ആളുകളാണിത്. ലേസർ ഷോ ആരംഭിക്കുവാൻ പോവുകയാണ്.
being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. He transmitted the profound science of yoga in its full depth and dimension. Offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascade
fixated upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, "I want to have what you have. Show me the way." Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Magnificent union, Ghanas, his constant companions, asked, "What about us?" Adiyogi said, "Just drink of me," which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization.
This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha. Mahadevaya Namaha. Mahadevaya Namaha. ലേസർ ഷോ അവസാനിച്ചിരിക്കുകയാണ്. 14 മിനിറ്റാണ് 3D ലേസർ ഷോയുടെ ടൈം. ലേസർ ഷോ കണ്ടതിന് ശേഷം രാത്രി 8:30 ഇഷ യോഗ സെന്ററിൽ നിന്നും ബസ് കയറി കോയമ്പത്തൂരിലെത്തി. ഡിന്നർ കഴിക്കാനായി കോയമ്പത്തൂരിലെ പ്രശസ്തമായ അന്നപൂർണ റെസ്റ്റോറൻറ്റിലാണ് പോയത്. കോയമ്പത്തൂർ ടൗണിൽ മാത്രമായി 19 ബ്രാഞ്ചുകളുള്ള റെസ്റ്റോറൻ്റാണിത്. ഇവിടെ നിന്നും പൊടി ഊത്തപ്പം എന്നറിയപ്പെടുന്ന ഡിഷാണ് കഴിച്ചത്. 10:45 റൂമിലെത്തി. അടുത്ത ദിവസം 2:30 എനിക്ക് മധുരയ്ക്കുള്ള ട്രെയിൻ. അതിനു മുൻപായി കോയമ്പത്തൂരിലെ ബ്രൂക്ക് ഫീൽഡ് ഷോപ്പിംഗ് മാൾ കാണാനാണ് പോകുന്നത്. കോയമ്പത്തൂരിലെ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നാണിത്. (2009) മെയ് മാസത്തിലായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. കോയമ്പത്തൂരിലെ ബ്രൂക്ക് ബോണ്ട് റോഡ് അഥവാ കൃഷ്ണസ്വാമി റോഡിലാണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. 120ഓളം റീറ്റെയിൽ ഷോപ്പുകൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരുക്കിയിട്ടുള്ള സ്നോ പാർക്കാണിത്. 6 സ്ക്രീനുകളുള്ള സിനിമാ തിയേറ്ററും ഇവിടെയുണ്ട്. 4 നിലകളിലായിട്ടാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത്. ബ്രൂക്ക്ഫീൽഡ് മാളിൽ നിന്ന് ഇറങ്ങി ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം 2:30 മധുരൈ ഇന്റർസിറ്റി എക്സ്പ്രസ്സിലാണിപ്പോൾ. പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ കഴിയുന്നതോടെ ഇതുപോലുള്ള വിൻഡ് മിൽ പവർ പ്ലാന്റുകൾ ധാരാളമായി കാണാം. എണ്ണിയാൽ തീരാത്തത്ര വിൻഡ് മില്ലുകളാണ് ഇവിടെയുള്ളത്. 1 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് മിൽ സ്ഥാപിക്കാനായി ഇപ്പോൾ 6 കോടി രൂപ വരെയാണ് എക്സ്പെൻസ് വരിക. പളനി റെയിൽവേ സ്റ്റേഷനാണിത്. പളനിയിൽ നിന്നും മധുരയ്ക്ക് 115 കിലോമീറ്റർ ദൂരമുണ്ട്. രാത്രി 7:45 ട്രെയിൻ മധുരൈ ജംഗ്ഷനിൽ എത്തി. മധുരയിലെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.